ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൻ്റെ രണ്ടാമത്തെ ദിവസം എപ്പിസോഡ് 3 സെക്കൻഡ് ഡേ എൻ്റെ എപ്പിസോഡ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ആസ് യൂഷ്വൽ പാട്ടൊക്കെ വെച്ച് ഇൻമേറ്റ്സ് ഡാൻസൊക്കെ കളിച്ച് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുശേഷം ഒരു ഇഷ്യൂ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോമണർ അനീഷിനോട് ഒരാൾ ഗുഡ് മോർണിംഗ് പറയുന്നു. അനീഷ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതിനുശേഷം സുപ്രഭാതം എന്ന് പറയുന്നു. അതിനെ പറ്റിയൊരു സംസാരം ഉണ്ടാകുമ്പം അനീഷ് പറയാണ്, ഞാനൊരു മലയാളം വാക്ക് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്താ ഇത്ര പ്രശ്നം? മലയാളം അത്രയ്ക്ക് മോശം ഭാഷയാണോ? അത് അനീഷിൻ്റെ ഒരു പ്ലേ ആയിരുന്നു. അനീഷിന് മലയാളം ലാംഗ്വേജ് സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് പ്രേക്ഷകരെ ഇഷ്ടം നേടാനും സപ്പോർട്ട് നേടാനും വേണ്ടിയിട്ടുള്ള ഒരു മൂവായിരുന്നു. പക്ഷേ അത് കൃത്യമായിട്ട് മറ്റുള്ള മത്സരാർത്ഥികൾ മനസ്സിലാക്കി അത് അവിടെ വെച്ച് തന്നെ ഫ്ലോപ്പാക്കുന്നു. അതിനുശേഷം അപ്പാനി ശരത്തിൻ്റെ ഒരു കഴുത്ത് വേദന സംബന്ധിച്ചിട്ട് ഒരു ചെറിയൊരു ടോക്ക് ഉണ്ടാകുന്നു. അതിൽ അനുമോളിനെ ഷാനവാസ് പ്രാങ്ക് ചെയ്യുന്നു. അനുമോൾ പറയുന്നു, ഡോക്ടേഴ്സ് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഡോക്ടേഴ്സ് ഗുളിക എഴുതി കൊടുക്കുന്നത്. നോർമലി അങ്ങനെ നമ്മൾ കഴുത്ത് വേദനയ്ക്കൊന്നും പറഞ്ഞത് ശരിയാണ്, നമ്മൾ കഴുത്ത് വേദനയ്ക്കൊന്നും മരുന്നൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഷാനവാസ് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ എന്തിനാണ് ഗുളിക എഴുതി കൊടുക്കുന്നത്? അപ്പോൾ ഡോക്ടേഴ്സിന് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കണ്ടേ, അതിന് എഴുതി കൊടുക്കുന്നതെന്നുള്ളൊരു ഫ്ലൂക്കിന് അനുമോൾ പറഞ്ഞതാണ്. പക്ഷേ അത് ഷാനവാസ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഷാനവാസ് പറയുന്നു, അനുമോൾ ഡോക്ടർ സമൂഹത്തിനെ മൊത്തത്തിൽ അവഹേളിച്ചു, ഡോക്ടേഴ്സ് കാശിന് വേണ്ടി മാത്രം ഇരിക്കുകയാണ് എന്ന് അനുമോൾ പറഞ്ഞു എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ കൂട്ടത്തിലെ ഡോക്ടറായ ബിന്നി സെബാസ്റ്റ്യനെ ക്ഷണിച്ചു വരുത്തുന്നു. അക്ബർ പറയുന്നു, ഡോക്ടേഴ്സിനെ അപമാനിച്ചു, അവർ ഡോക്ടറാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ എസ്കലേറ്റായി, ഈ പ്രശ്നം വഷളായി. അവസാനം അനുമോൾ ഈ പ്രാങ്കിൽ ഫ്ലാറ്റ് അടിച്ച് വീണു. അനുമോൾ കരയാൻ തുടങ്ങിയ സമയത്ത് ഷാനവാസ് പോയിട്ട് പറയുന്നു, ലൈക്ക് മാനിപ്പുലേറ്റ് ചെയ്തതാണ്, അയാൾക്കറിയാം മാനിപ്പുലേറ്റ് ചെയ്തതാണ്. മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നീ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? നീ ബോൾഡായിട്ട് നിൽക്കണ്ടേ? നീ ഒരു പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു പോയിൻ്റാണ്. കാരണം നമ്മൾ ചെയ്യാത്ത മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് കരയുന്നത്? അതൊരു പോയിൻ്റാണ്. അതിനുശേഷം അപ്പാനി ശരത്തും ടീമും വന്നിട്ട് ഇതിൻ്റെ കൺഫ്യൂഷൻസൊക്കെ ക്ലിയർ ചെയ്യുന്നു. അനുമോട് പറഞ്ഞ കാര്യവും ഷാനവാസ് പറഞ്ഞ കാര്യവും കൃത്യമായിട്ട് പറയുമ്പോൾ ഷാനവാസ് അതിൽ മാനിപ്പുലേഷൻ ചെയ്തതാണ് എന്ന് മറ്റു മത്സരാർത്ഥികൾ മനസ്സിലാക്കുന്നു. അവർ ഷാനവാസിനെതിരെ തിരിയുന്നു. ആ സമയത്ത് ബിഗ് ബോസ് മോർണിംഗ് ടാസ്കിനെ വിളിക്കുകയാണ്. മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് പറയുകയാണ്, ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളതാണ് എപ്പോഴും വരുന്ന കംപ്ലയിൻറ്റ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നിപ്പോയി അത് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത്. അപ്പോൾ അത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലേ എന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ എന്താണെന്നറിയില്ല, ബിഗ് ബോസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടോ എന്താണെന്നറിയില്ല, ഈ മോർണിംഗ് ടാസ്ക് രാവിലെ നടന്ന കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ എടുത്ത ടോപ്പിക്ക് അനീഷിൻ്റെ ഗുഡ് മോർണിംഗ് ഇഷ്യൂ ആയിരുന്നു, സുപ്രഭാതം ഇഷ്യൂ. പക്ഷേ അത് ചെയ്ത അപ്പാനി ശരത്തിനെ ചെയ്തത് കുറച്ച് കൂടുതലായി, അത് വൃത്തിയായി ചെയ്തില്ല എന്ന് പറഞ്ഞ് അനീഷ് ഒരു പ്രശ്നമുണ്ടാക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ആ ടാസ്ക് അങ്ങ് ചീറ്റിപ്പോയി. അതിനുശേഷം കുറച്ച് നല്ല കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ വന്നത്, ആദ്യത്തേത് വന്നത് ഈ ജിസേൽ ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പോൾ ജിസേലിനെ ബാക്കിയുള്ളവരെല്ലാവരും വളരെ വ്യക്തമായിട്ട് അവരുടെ ക്യാരക്ടർ പുറത്ത് വന്നു തുടങ്ങി. ജിസേൽ വന്നിട്ടില്ല. അപ്പോൾ ജിസേലിനെ ഒന്ന് പ്രാങ്ക് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിൽ ആര്യൻ, അഭിലാഷ് ആൻഡ് അപ്പാനി ശരത്ത് ഒരുമിച്ച് വരുന്നു. അവർ ജിസേലിനടുത്ത് മേക്കപ്പ് ഇട്ട് നടക്കലല്ല, ഇവിടെ ഗെയിം കളിക്കണം, ഗെയിം ആക്കണം എന്ന് പറഞ്ഞ് ജിസേലിനെ ചൊടിപ്പിക്കുന്നു. ജിസേൽ ആ സമയത്ത് പറയുന്നു, നിങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ഒരു ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പുണ്ട്, നിങ്ങൾ വന്നിട്ട് ആരെങ്കിലും ഒരാളെ പിക്ക് ചെയ്തിട്ട് സംസാരിച്ച് അയാളെ കരയിപ്പിക്കും, പിന്നെ ഇനിയിപ്പോൾ എന്നെ കരയിപ്പിക്കാൻ നോക്കുകയാണ്, ഞാൻ കരയില്ല എന്ന് പറയുന്നു. ഗുണ്ടകളുടെ ഒരു ടീം അവിടെ ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ജിസേലിൻ്റെ വക കോമഡിയാണ്, ഞാനൊരു ഗുണ്ടിയാണ്, ആ ഒരു പോയിന്റ്, ഞാനൊരു ഗുണ്ടിയാണ്. എന്താ അത് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഗുണ്ടയുടെ ജെൻഡർ ഫീമെയിലാണ് പറഞ്ഞത്. പക്ഷെ ഗുണ്ടി എന്നുള്ളൊരു വേർഡ് ഇല്ല എന്ന് എല്ലാവരും ചിരിച്ചുകൊണ്ട് പറയുന്നു. അവസാനം ജിസേൽ അത് ഞാനൊരു റൗഡി എന്ന് പറഞ്ഞ് സോൾവ് ആക്കുന്നു. അതിനുശേഷം പിന്നീട് ജിസേലിന് റിലേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂ വന്നത് എന്താണെന്ന് വെച്ചാൽ ജിസേലും അനുമോളും അടിച്ചു വാരാണ്. അപ്പോൾ ജിസേൽ നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ജിസേൽ ഇങ്ങനെ കുനിഞ്ഞ് നിന്നാണ് അടിച്ചു വാരുന്നത്. അനുമോളിന് ഒട്ടും ഹൈറ്റ് ഇല്ല നമുക്കറിയാം. അതുകൊണ്ട് അനുമോളിൻ്റെ പകുതിക്കോളം ഉണ്ട് ആ ചൂലെന്ന് പറയുന്ന സാധനം. അപ്പോൾ അനുമോളിന് ജസ്റ്റ് ഇങ്ങനെ കുനിയാതെ തന്നെ അടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അനുമോൾ ചെയ്യുന്നത് വൃത്തിയാവുന്നില്ല, കുനിഞ്ഞടിച്ച് വാരണം, അല്ലെങ്കിൽ നല്ല സ്റ്റീപ്പായിട്ട് എടുക്കണം എന്നെല്ലാം ജിസേൽ അനുമോളിനോട് പറയുന്നു. അപ്പോൾ അനുമോൾ ഇത് പറയുന്നുണ്ട്, ജിസേലിന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുനിഞ്ഞിച്ച് ചെയ്യണം, എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുനിഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനിങ്ങനെ എന്നാൽ തന്നെ താഴെ ചൂല് നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കോമഡി, ഒരു ഒരു നമുക്കൊക്കെ ഒരു എന്താ പറയുക, ചിരിക്കാൻ പറ്റുന്ന ഒരു ഭാഗം ഇന്നത്തെ എപ്പിസോഡിലുണ്ടായി. അതിനുശേഷം പിന്നെ
ബിഗ് ബോസ് ഇവർക്ക് പണിപ്പുര ടാസ്ക് കൊടുക്കുകയാണ്. പണിപ്പുര ടാസ്കിൽ ഒരു ഗ്രൂപ്പ് ഒരു ബൗൾ കൊടുത്തിട്ട് അതിനകത്ത് 6 ചിറ്റുണ്ടായിരുന്നു. 6 ചിറ്റുകൾക്ക് ഓരോ ചിറ്റിലും ഒരു പ്രത്യേക സമയം പ്രത്യേക പോയിൻറ്റും ഉണ്ട്. ഏത് ചിറ്റാണോ സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്ത ചിറ്റിൻ്റെ മേലെ ഉള്ള അത്രയും സമയം പണിപ്പുര റൂമിൽ ചിലവഴിക്കാം. അത്രയും പോയിൻറ്റിനുള്ള സാധനങ്ങൾ എടുത്തു കൊണ്ടുവരാം. റൂൾസ് എന്തായിരുന്നെന്ന് വെച്ചാൽ കൂടുതൽ പോയിൻറ്റ്സിനുള്ള സാധനങ്ങൾ എടുത്താൽ അത് എക്സ്ട്രാ എടുത്തത് തിരിച്ചു കൊടുക്കണം. കൂടുതൽ സമയമെടുത്താൽ അതായത് ബസറിന് ശേഷം പുറത്തിറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞാൽ എല്ലാം തിരിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇൻമേറ്റ്സ് എല്ലാവരും കൂടെ അക്ബറിനെയും ആദിലയെയും നൂറയെയുമാണ് പണിപ്പുര ടാസ്കിൽ ഫസ്റ്റിൽ ഉള്ളിൽ വിട്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ ഒരുപാട് സാധനങ്ങൾ എടുത്തു. പക്ഷേ അവർ ടൈം കൺസ്ട്രെയിൻ നോക്കിയില്ല. ബസർ അടിച്ചതിന് ശേഷമാണ് അവർ വാതിൽ തുറക്കാൻ പോലും ശ്രമിക്കുന്നത്. അപ്പോൾ ബസർ അടിച്ച ശേഷം വാതിൽ തുറന്ന് പുറത്തെത്തിയത് കാരണം സമയം കൂടുതലെടുത്തു എന്നുള്ളൊരു കാരണം കൊണ്ട് സകലമാന സാധനങ്ങളും തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഡേ 2 ആ ടാസ്കും ഏകദേശം ഫ്ലോപ്പായി കഴിഞ്ഞു. പിന്നെ ഒരു ഘട്ടത്തിൽ കാണിച്ചത് നെവിൻ എന്തോ ഒരു പെട്ടി ബെഡിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോയി ബെഡ്ഷീറ്റിനടിയിൽ മറയിട്ടിരുന്ന് എന്തോ എടുക്കുകയോ മറ്റോ ചെയ്യുന്നതാണ്. അതെന്താണെന്ന് അത്ര ക്ലിയർ ആയിട്ടില്ല. അതിനുശേഷം ആ സമയമായപ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും അവരുടെ ഡേ യൂണിഫോം വന്നു. ആ ഡേ യൂണിഫോമിൽ നെവിൻ്റെ ഡ്രസ്സിന് 2 കളറില്ല എന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. എന്താണ് ഈ 2 കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ ടോപ്പ് ഒരു കളറ് ബോട്ടം ഒരു കളറാണോ അതോ ഇനി ഒരു ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഫുൾ ഡ്രസ്സാണോ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. അത് കളറില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കംപ്ലയിൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഷാനവാസിൻ്റെ ജിസേലിനോടുള്ള അഡ്വൈസ്. അതായത് ജിസേലിന് മലയാളി മലയാളി വ്യൂവേഴ്സിൻ്റെ വോട്ട്സും ലൈക്സും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വസ്ത്രധാരണം ശരിയല്ല, വസ്ത്രധാരണം മാറ്റം വരുത്തിയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നുള്ളൊരു കമൻറ്റും പറഞ്ഞു. അതൊരു സ്ത്രീവിരുദ്ധ കമൻറ്റായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ആസ് യൂഷ്വൽ നമുക്ക് സ്വന്തം അഭിപ്രായം അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ ജിസേൽ പറയുന്നു എനിക്കത് മനസ്സിലാവുന്നുണ്ട്. മീൻസ് ജിസേലും മലയാളികൾക്ക് അത്രത്തോളം സഹിഷ്ണുത ഇല്ല ഇങ്ങനെയുള്ള വസ്ത്രധാരണം കാണുന്നതിൽ. മലയാളികൾക്ക് അതൊരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കുകയാണോ എന്ന് മനസ്സിലായിട്ടില്ല. അതിനുശേഷം അനുമോളും ജിസേലും ബിൻസിയും കിച്ചണിൽ നിൽക്കുന്നുണ്ട്. അനുമോൾ ചായ ഉണ്ടാക്കുകയാണ്. ബിൻസി അനുമോളിൻ്റെ ചായയെ എപ്രിഷ്യേറ്റ് ചെയ്തപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ജിസേൽ അനുമോളുടെ ചായയെ എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടം എൻ്റെ ചായയാണ് എന്നുള്ള കമൻറ്റ് പറഞ്ഞതോടുകൂടി അനുമോൾ പറയുന്നു ജിസേലിൻ്റെ ചായ പലർക്കും ഇഷ്ടമല്ല എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജിസേൽ പറയുന്നു ഞാൻ 4 പേരെ എൻ്റെ ചായ കുടിച്ചിട്ടുള്ളൂ. അനുമോളിൻ്റെ കമൻറ്റ് ആ 4 പേരുമാണ് പറഞ്ഞത്. അതൊക്കെ നല്ല നർമ്മമായിട്ട് തന്നെ പോയിട്ടുണ്ട്, നല്ല നാച്ചുറലായിട്ട് തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ ജിസേലും അനുമോളും തമ്മിലൊരു ബാലിശമായിട്ടൊരു ഫൈറ്റ് അവിടെ നടക്കുകയാണ്. ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ് ചെയ്തിട്ടുള്ളൊരു ബാലിശമായൊരു ഒരു ഫൈറ്റ്. ആ ഫൈറ്റിൽ എൻഡിൽ അഭിലാഷ് നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ള സാധനമല്ല ഗ്യാസ് എന്ന് പറയുന്നു. കലാഭവൻ സരിക വന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കിച്ചൺ ടീമിൽ ആരെ ഏൽപ്പിച്ചോ അവരാ വർക്ക് ചെയ്യുക, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാമാന്യ റൂള് അവിടെ പറയുന്ന സമയത്ത് ജിസേൽ പറയുന്നു ഇവളുണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാനത് തിന്നില്ല കുടിക്കില്ല എന്ന് പറയുന്നിടത്ത് ആ ഒരു ഫൈറ്റിൻ്റെ സീക്വൻസ് അവിടെ അവസാനിപ്പിക്കുകയാണ്. വന്നത് എവിക്ഷൻ ടാസ്ക്കാണ്. ഈ സീസണിലെ ആദ്യത്തെ എവിക്ഷൻ ടാസ്കിൻ്റെ പേരാണ് പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇതിൽ 4 പേരെ ഇൻമേറ്റ്സ് സെലക്ട് ചെയ്യും. ആ 4 പേരും രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് രാവിലെ ലൈറ്റ് ഓൺ ആവുന്നത് വരെയുള്ള സമയം ഗാർഡൻ ഏരിയയിൽ ചെലവഴിക്കണം. വീടിനകത്ത് പ്രവേശിക്കാൻ പാടില്ല, വേറെ എവിടെയും കിടന്നുറങ്ങാനും പാടില്ല. ഒരു കട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആ കട്ടിലിൽ ഒരാൾക്ക് ഒരു സമയം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആ കട്ടിൽ യൂസ് ചെയ്യുന്ന ആൾക്ക് ഇരിക്കാനുള്ള അനുവാദമില്ല, അയാൾ കിടക്കണം അല്ലെങ്കിൽ ഉറങ്ങണം. മറ്റുള്ളവർക്ക് അതിൻ്റെ മേലെ ആ കട്ടിലിൻ്റെ മേലെ ഇരിക്കാനോ ഉറങ്ങാനോ പാടില്ല. അവർ കട്ടിലിൻ്റെ പരിസരങ്ങളിലായിട്ട് തൊട്ടടുത്തായിട്ട് തന്നെ ഇരിക്കേണ്ടതാണ്. ഈ പുറത്തിരിക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ അയാളെ ഉണർത്താതെ റെഡ് സോണിൽ ഗാർഡൻ ഏരിയയിൽ മാർക്ക് ചെയ്തിട്ടുള്ള റെഡ് സോണിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ആ ആൾ എവിക്റ്റായി പോകുന്നതാണ്. ഇൻ കേസ് ആ ഉറങ്ങുന്ന ആളെ റെഡ് സോണിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഈ ആൾ ഉണരുകയാണെങ്കിൽ ലൈറ്റ്സ് എല്ലാം തെളിയുകയും ആ ആൾ
എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഇൻമേറ്റ്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് 4 പേരെയാണ് 5 പേരെയാണ് ആക്ച്വലി സെലക്ട് ചെയ്തത്. ഷാനുവിനാണ് ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് എവിക്ഷനിൽ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ശൈത്യ, പിന്നെ ജിസേൽ, ബിൻസി ആൻഡ് റെന ഫാത്തിമ. അതിൽ റെന ഫാത്തിമയും ബിൻസിക്കും ഒരേ വോട്ടുകൾ കിട്ടിയത് കാരണം ഒരാളെ സേവ് ചെയ്യാമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. ഇൻമേറ്റ്സ് റെന ഫാത്തിമയെ സേവ് ചെയ്തു. അങ്ങനെ എവിക്ഷൻ ടാസ്കിൽ വന്നിട്ടുള്ള ആളുകൾ ഷാനവാസ്, ശൈത്യ, ജിസേലും ബിൻസിയുമാണ്. ഷാനവാസിന് അത്രയും കൂടുതൽ വോട്ടുകൾ അല്ലെങ്കിൽ എവിക്ഷനിൽ അത്രയും കൂടുതൽ ആളുകൾ എവിക്ഷനിൽ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു റീസൺ പറഞ്ഞിട്ടുള്ളത് അനുമോളിനോട് കാണിച്ച രാവിലത്തെ പ്രാങ്കാണ്. അത് പ്രാങ്കാണോ അതോ ഷാനവാസിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഷാനവാസിന് വളരെയധികം നെഗറ്റീവ് ഇമേജ് മത്സരാർത്ഥികൾക്കുള്ളിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. ഇതിനിടയിൽ നൂറയും ആദിലയും തമ്മിലുള്ള ഒരു സംഭാഷണ ശകലം കാണിച്ചു. അതിൽ നൂറ ആദിലയോട് പറയുന്നു, പുറത്തുള്ള ആദിലയല്ല, പുറത്തുള്ള ബേബിയെയല്ല ഞാൻ കാണുന്നത്. വളരെ മീക്കായിട്ട് വളരെ സോഫ്റ്റായി സംസാരിക്കുന്നു, വളരെ പതഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്നു, പുറത്തുള്ള പോലെ ഔട്ട് സ്പോക്കൺ അല്ല, ജോക്ക് പറയുന്നില്ല, ഹാപ്പിയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൂറ പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ ആദിലയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ആദില വളരെ ഒരു ഹെസിറ്റൻ്റ് ആയിട്ടാണ് നൂറയോട് പ്രതികരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് എവിക്ഷൻ്റെ ആൾക്കാരെല്ലാവരും പുറത്തിരുന്നിട്ട് രാവിലെ 3 മണി വരെ ജിസേൽ ഉറങ്ങാതെ ഇരിക്കുന്നു. മറ്റു 3 പേരും ഷാനവാസും ശൈത്യയും ബിൻസിയും അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഉറങ്ങുമ്പോൾ ജിസേൽ അത് വളരെ നമ്മൾക്ക് ഒരിക്കലും പിടികൊടുക്കരുത് എന്നുള്ള ടീം സ്പിരിറ്റിൽ ആ ഒരു സ്പോർട്സ്മാൻഷിപ്പിൽ ഉറങ്ങാതെ കാവലിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ കൂടെ ജിസേലിന് രാത്രി ഭക്ഷണം വേണ്ടെങ്കിലും മേക്കപ്പ് സാധനങ്ങൾ മതി എന്ന് പറഞ്ഞ് ജിസേൽ പുറത്ത് കൊണ്ടുവച്ച മേക്കപ്പ് സാധനങ്ങളും ക്ലോസപ്പിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു. ചെറിയ ചില പ്രശ്നങ്ങളാണെങ്കിലും കൂടിയിട്ട് മുന്നേയുള്ള ബിഗ് ബോസ് സീസൺസ് പോലെ വളരെ വെറുപ്പിക്കലല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് കണ്ടിരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിലും നമുക്കിത് കാണാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഞാനിനിയും ഈ എപ്പിസോഡ്സിൻ്റെ എല്ലാ അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതാണ്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യമാണ്. സോ പ്ലീസ് കമൻറ്റ് ഓൾസോ. കമൻറ്റും നല്ല നല്ല കമൻസും നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഐ വിൽ ബി ബാക്ക് സൂൺ. താങ്ക് യു.